നമസ്കാരം. നമ്മളിന്ന് കാണുവാൻ പോകുന്നത് B21EC05DC മാക്രോ എക്കണോമിക്സ് 1 ബ്ലോക്ക് 6 യൂണിറ്റ് 2 ആണ്. കേംബ്രിഡ്ജ് തിയറി ഓഫ് മണിയും കൈനേഷ്യൻ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറിയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. കേംബ്രിഡ്ജ് വേർഷൻ ഓഫ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി ആൽഫ്രഡ് മാർഷലും AC പിഗുവും ആണ് ഡെവലപ്പ് ചെയ്തത്. ഇത് ക്യാഷ് ബാലൻസ് അപ്രോച്ച് എന്നും അറിയപ്പെടുന്നുണ്ട്. ഫിഷറിനെ പോലെ മണി സപ്ലൈക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് പകരം കേംബ്രിഡ്ജ് എക്കണോമിസ്റ്റുകൾ മണി ഡിമാൻഡിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിനെ ക്യാഷ് ബാലൻസ് അപ്രോച്ച് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ പറഞ്ഞു, ഫിഷറിൻ്റെ തിയറിയെ ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച് എന്ന് വിളിക്കാറുണ്ട്. ആളുകൾ അവരുടെ ഇൻകത്തിൻ്റെ ഒരു ഭാഗം ക്യാഷ് ഫോർമാറ്റിൽ ഹോൾഡ് ചെയ്യുന്നു. ട്രാൻസാക്ഷൻ പർപ്പസിനും ഫ്യൂച്ചർ നീഡ്സിനുമാണ് ആളുകൾ ഈ ക്യാഷ് ഹോൾഡ് ചെയ്യുന്നത്. അതായത് മണി മീഡിയം ഓഫ് എക്സ്ചേഞ്ച് മാത്രമല്ല, മണിക്ക് ഒരു സ്റ്റോർ ഓഫ് വാല്യൂ കൂടെ ഉണ്ട് ഫ്യൂച്ചർ പേയ്മെൻറ്റ്സിന് വേണ്ടി എന്ന ഒരു കാഴ്ചപ്പാടാണ് കേംബ്രിഡ്ജ് എക്കണോമിസ്റ്റുകൾക്ക് ഉള്ളത്. കേംബ്രിഡ്ജ് ഇക്വേഷൻ എന്ന് പറയുന്നത് MD = KPY ആണ്. MD എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഫോർ മണി. K എന്നത് ആളുകൾ അവരുടെ ഇൻകത്തിൽ നിന്ന് എത്ര ഭാഗം ക്യാഷായിട്ട് ഹോൾഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഇൻകം ദേ വോണ്ട് ടു ഹോൾഡ് ആസ് ക്യാഷ് ആണ് K. P എന്ന് പറയുന്നത് ജനറൽ പ്രൈസ് ലെവലും Y എന്ന് പറയുന്നത് ആളുകളുടെ റിയൽ ഇൻകവുമാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. K വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഇത്. ഇൻകത്തിൻ്റെ എത്ര ഭാഗം ആളുകൾ ക്യാഷ് ഫോമിൽ ഹോൾഡ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം എന്നാണ് ഇതിൻ്റെ കാഴ്ചപ്പാട്. K ഒരു ഷോർട്ട് റണ്ണിൽ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഇപ്പോൾ ആളുകൾ തന്ന സാലറി 20% ക്യാഷായിട്ട് ഹോൾഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ Kയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.2 ആണ്. ഫിഷറിൻ്റെ തിയറിയിൽ മണി സപ്ലൈ എംഫസൈസ് ചെയ്യുകയാണെങ്കിൽ കേംബ്രിഡ്ജ് തിയറിയിൽ മണി ഡിമാൻഡിനെയാണ് എംഫസൈസ് ചെയ്യുന്നത്. ഫിഷർ എക്കണോമിയിൽ മണി എങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. കേംബ്രിഡ്ജ് എക്കണോമിസ്റ്റുകൾ ആളുകൾ ക്യാഷ് ബാലൻസ് എത്ര ഹോൾഡ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. കേംബ്രിഡ്ജ് തിയറിയിൽ Kയുടെ വെലോസിറ്റി, K എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ റെസിപ്രോക്കലായിട്ടാണ് കണക്കാക്കുന്നത്. സപ്പോസ് V എന്ന് പറയുന്നത് 5 ആണെങ്കിൽ K എന്ന് പറയുന്നത് 1/5 = 0.2 ആയിരിക്കും. അതായത് ഇൻകത്തിൻ്റെ 20% ആളുകൾ ക്യാഷായിട്ട് ഹോൾഡ് ചെയ്യുന്നു, ബാക്കി ആണ് സ്പെൻഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ വെലോസിറ്റി ഓഫ് മണിയുടെ റെസിപ്രോക്കലായിട്ടും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, Kയെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. മണി ഇൻക്രീസ് ചെയ്താൽ, ഇൻകം ഇൻക്രീസ് ചെയ്താൽ മണി ഡിമാൻഡും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതായത് മണി സാലറി കൂടി, അപ്പോൾ ആളുകൾ കൂടുതൽ കാശ്, പ്രൊപ്പോർഷനറ്റ്ലി കൂടുതൽ കാശ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. അതുകൊണ്ട് അതായത് ഇൻകം കൂടുതൽ ഉണ്ടാകുമ്പോൾ ആളുകൾ കൂടുതൽ ട്രാൻസാക്ഷൻ നടത്തും. അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതൽ ക്യാഷ് ബാലൻസ് ഹോൾഡ് ചെയ്യും. ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു കർവായിരിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് കാണാം ഇവിടെ ഇങ്ങനെ മേലോട്ട് ഇൻക്രീസിങ് കർവായിട്ടാണ് കാണിക്കുന്നത്. പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്താൽ ആളുകൾ ഡെയിലി എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി കൂടുതൽ പൈസ ആവശ്യമാണ്. അതുകൊണ്ട് പ്രൈസ് ലെവൽ റൈസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഫോർ മണിയും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, പിന്നെ സാലറിയുടെ കൂടെ മാത്രമല്ല, പ്രൈസ് ലെവൽ കൂടുന്നതിനനുസരിച്ചും എന്ത് ചെയ്യാൻ പറ്റും, പ്രൈസ് ലെവൽ കൂടി. പ്രൈസ് ലെവൽ കൂടുതൽ, ഇൻഫ്ലേഷണറി പ്രഷർ കൂടുതലാണെങ്കിൽ ആളുകൾ കൂടുതൽ കാശ് ഹോൾഡ് ചെയ്യും. എന്തിന്, ഈ ട്രാൻസാക്ഷൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. കേംബ്രിഡ്ജ് തിയറി ചില അസംഷൻ്റെ ബേസിലാണ് റൺ ചെയ്യുന്നത്. K സ്റ്റേബിളായിട്ട് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. വെലോസിറ്റി ഷോർട്ട് റണ്ണിൽ സ്റ്റേബിളാണെന്ന് അസ്യൂം ചെയ്യുന്നു. മണി ഡിമാൻഡ് മെയിൻലി ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് തിയറി പറയുന്നത്. കേംബ്രിഡ്ജ് മോണിറ്ററി തിയറി മോണിറ്ററി തിയറിയിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറായിട്ട് നമുക്ക് കാണുവാൻ പറ്റും. മണി ഡിമാൻഡിനെ സ്റ്റോർ ഓഫ് വാല്യൂ ഫംഗ്ഷൻ്റെ ഇമ്പോർട്ടൻസ് കൂടുതലായിട്ട് നൽകി എന്നതാണ് കേംബ്രിഡ്ജ് തിയറിയുടെ മെയിൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. കൈനേഷ്യൻ ലിക്വിഡ് പ്രിഫറൻസ് തിയറി ഇതിന് ഫൗണ്ടേഷൻ ഒരുക്കിയതും കേംബ്രിഡ്ജ് അപ്രോച്ചാണ്. കാരണം കൈനേഷ്യൻ തിയറിക്കകത്ത് ട്രാൻസാക്ഷൻ ഡിമാൻഡ്, പ്രിക്കോഷൻ ഡിമാൻഡ്, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് എന്ന് പറഞ്ഞ 3 ഫാക്ടേഴ്സായിട്ട് 3 റീസൺസ് ഫോർ ഹോൾഡിംഗ് മണിയായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. കേംബ്രിഡ്ജ് തിയറിക്കും ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്.
അതായത് നമ്മൾ അസ്യൂം ചെയ്താൽ ഷോർട്ട് റണ്ണിൽ എപ്പോഴും കേസ് സ്റ്റേബിൾ ആയിരിക്കണമെന്നില്ല. ഇൻട്രസ്റ്റ് റേറ്റ് മണി ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. അത് തിയറി പ്രോപ്പർലി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എക്കണോമിയിൽ മണി ഡിമാൻഡിന് നിരവധി ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. കേംബ്രിഡ്ജ് തിയറി പ്രകാരം വാല്യൂ ഓഫ് മണി ഡിമാൻഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, ആളുകൾ ഇൻകം ആണ് ഒരു ഭാഗം ക്യാഷായിട്ട് ഹോൾഡ് ചെയ്യുന്നു. ഇൻകവും പ്രൈസ് ലെവലും മണി ഡിമാൻഡിനെ ഡയറക്റ്റ് അഫക്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ക്ലാസിക്കൽ തിയറിയെ കൂടുതൽ റിയലിസ്റ്റിക് ആക്കിയ ഒരു തിയറി എന്നതുകൊണ്ട് കുറച്ചുകൂടി മികച്ച തിയറിയായിട്ട് കേംബ്രിഡ്ജ് അപ്രോച്ചിനെ ആളുകൾ കാണാറുണ്ട്. ഓക്കെ, കേംബ്രിഡ്ജ് അപ്രോച്ച്, ഇതാണ് കേംബ്രിഡ്ജ് അപ്രോച്ച്. അടുത്തായിട്ട് നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് കാണാനുള്ളത് ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി ബൈ കീൻസ്. ജോൺ മൈനാർഡ് കീൻസ് ആണ് ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി ഡെവലപ്പ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്കായ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന ബുക്കിലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. കെയ്ൻസ് പ്രകാരം ആളുകൾ വെൽത്ത് ക്യാഷ് ഫോമിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്നു. ഓക്കെ, അതിന് പല റീസൺസും അദ്ദേഹം പറയുന്നുണ്ട്. ലിക്വിഡിറ്റി എന്നത് ഒരു അസറ്റ് ഈസിലി ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയാണ്. ലാൻഡ് അഥവാ ബിൽഡിംഗ് പോലുള്ള അസറ്റ്സ് സെല്ല് ചെയ്യാൻ വേണ്ടി സമയമെടുക്കും. മണി പക്ഷേ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കീൻസ് മണി ദ മോസ്റ്റ് ലിക്വിഡ് അസറ്റായിട്ട് വിളിച്ചു. ലിക്വിഡിറ്റി പ്രിഫറൻസ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ക്യാഷ് ഫോമിൽ വെൽത്തിനെ ഹോൾഡ് ചെയ്യാനുള്ള ആഗ്രഹമാണ്. കീൻസിൻ്റെ കാഴ്ചപ്പാടിൽ മണി ഡിമാൻഡ് എന്നത് ലിക്വിഡിറ്റി, അതായത് ലിക്വിഡ് ഫോമിൽ ക്യാഷ് ഹോൾഡ് ചെയ്യാനുള്ള ആളുകളുടെ വില്ലിങ്നെസ്സിനെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തിയറി ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി എന്ന് വിളിക്കുന്നത്. കീൻസിൻ്റെ കാഴ്ചപ്പാടിൽ ആളുകൾ 3 പ്രധാന കാരണങ്ങൾ കൊണ്ടാണ് മണി ഹോൾഡ് ചെയ്യുന്നത്. ഒന്ന് ട്രാൻസാക്ഷണറി മോട്ടീവ്, അടുത്തത് പ്രിക്കോഷണറി മോട്ടീവ്, അതിനടുത്തത് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ട്രാൻസാക്ഷണറി മോട്ടീവ് എന്നാൽ നമുക്ക് വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ആളുകളുടെ ദൈനംദിന ചിലവുകൾക്ക് വേണ്ടി അവർ കാശ് കയ്യിൽ സൂക്ഷിക്കുന്നു. സാലറി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെയിലി സ്പെൻഡിങ്ങും കൂടി വരും. അതുകൊണ്ട് തന്നെ ഇൻകം ഇൻക്രീസ് ചെയ്താൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മണി ഡിമാൻഡ് ഫോർ ട്രാൻസാക്ഷൻ എം ടി ഈസിക്കൽ ടു എഫ് ഓഫ് വൈ. ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് വൈ. അത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഇൻകം ഏൺഡ് എന്നാണ് ഈ തിയറി പറഞ്ഞു വയ്ക്കുന്നത്. അടുത്തായിട്ട് കാണുമ്പോൾ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഇൻകമായിട്ടുള്ള ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇൻകം കൂടുമ്പോൾ ആളുകൾ കൂടുതൽ ക്യാഷ് ഹോൾഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും കർവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് കീൻസിൻ്റെ അഭിപ്രായത്തിൽ ആളുകൾ അൺഫോർസീൻ ആയിട്ടുള്ള എമർജൻസീസ് നമുക്ക് സംഭവിച്ചേക്കാം. ഒരു ഹോസ്പിറ്റൽ കേസ്, ഒരു ആക്സിഡൻറ്റ്, ഡിസീസ്, ഡിസാസ്റ്റർ, ഈ സിറ്റുവേഷൻസിന് വേണ്ടി നമ്മൾ കുറച്ച് ക്യാഷായിട്ട് തന്നെ കയ്യിൽ ഹോൾഡ് ചെയ്യും. ഇൻകം കൂടുമ്പോൾ പ്രിക്വേഷണറി ക്യാഷ് ബാലൻസ് എന്ത് ചെയ്യും? ആളുകൾ കൂടും. ഇതും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു നമ്മുടെ ഇൻകം തന്നെ ആണ്. ഇൻകം ഇൻക്രീസ് ചെയ്താൽ ഫ്യൂച്ചർ സെക്യൂരിറ്റിക്കായിട്ട് നമ്മൾ കൂടുതൽ കാശ് ഹോൾഡ് ചെയ്ത്, ഇതും അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ളൊരു കർവാണ്. അടുത്തായിട്ടും മെയിനായിട്ട് ഇതിനകത്ത് നമ്മൾ പറയുന്നത് സ്പെക്കുലേറ്റീവ് മോട്ടീവാണ് കീൻസിൻ്റെ ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ. അതായത് ആളുകൾ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഇത് പണമായി സൂക്ഷിച്ചു വയ്ക്കുന്നു. ഇത് ഇൻട്രസ്റ്റ് റേറ്റിനും ബോണ്ട് പ്രൈസസിനും കൂടെ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ടാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയെക്കുറിച്ച് പറയുന്നത്. ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്ത് ആളുകൾ മണി ഹോൾഡ് ചെയ്യുകയോ ബോണ്ട് വാങ്ങിക്കാനോ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. ഇൻട്രസ്റ്റ് റേറ്റും ബോണ്ടും തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണുള്ളത്. ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആണെങ്കിൽ ബോണ്ട് പ്രൈസ് ഫോളോ ചെയ്യും. ഇൻട്രസ്റ്റ് റേറ്റ് ലോ ആണെങ്കിൽ ബോണ്ട് പ്രൈസ് റൈസ് ചെയ്യും. ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയിട്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ആളുകൾ കയ്യിൽ കാശ് സൂക്ഷിച്ച് വയ്ക്കുക. ഇൻട്രസ്റ്റ് റേറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം? ബോണ്ട് വാങ്ങിക്കുവാൻ വേണ്ടി ആളുകൾ കയ്യിൽ ഹോൾഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയിട്ടിരിക്കുമ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ ഹോൾഡിംഗ് ക്യാഷ് ഹൈ ആയിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് ലോ ആവുന്ന സമയത്ത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ ഹോൾഡിംഗ് ക്യാഷ് ലോ ആയിരിക്കും. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. റേറ്റ് ഇൻക്രീസ് ചെയ്താൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, റേറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്യും.
ഡിക്രീസ് ചെയ്യും. ഇൻട്രസ്റ്റ് റേറ്റ് ഡിക്രീസ് ചെയ്താൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടെ വരുന്ന ഒരു സിറ്റുവേഷനാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. ലിക്വിഡിറ്റി ട്രാപ്പ് എന്നതുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ ലോ ആയിരിക്കുന്നൊരവസ്ഥയാണ് പറയുന്നത്. ഈ സമയത്ത് ആളുകൾ ബോണ്ട് വാങ്ങാതെ കാശ് ഹോൾഡ് ചെയ്യാനാണ് പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് മോണിറ്ററി പോളിസി എഫക്റ്റീവ്നെസ് വളരെയധികം കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളുടെ കാഴ്ചപ്പാടിൽ ട്രാൻസാക്ഷൻ മോട്ടീവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കീൻസാണ് അതിനകത്ത് പ്രിക്വേഷണറി ഡിമാൻഡ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡും കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ കീൻസിൻ്റെ തിയറി എന്ന് പറയുന്നത് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു തിയറി ആയിട്ട് മാറുന്നുണ്ട്. ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറിയിൽ മോഡേൺ എക്കണോമിക്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറി കോൺട്രിബ്യൂഷൻ തന്നെയാണ്. മണി ഡിമാൻഡിനും ഇൻട്രസ്റ്റ് റേറ്റിനുമുള്ള റിലേഷൻഷിപ്പ് ക്ലിയർ ആയിട്ടിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സെൻട്രൽ ബാങ്ക്സ് മോണിറ്ററി പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത് ഈ തിയറി സഹായിക്കുന്നുണ്ട്. മോണിറ്ററി പോളിസി സെൻട്രൽ ബാങ്ക്സിന് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഈ തിയറി സഹായിക്കുന്നുണ്ട്. കീൻസ് പ്രകാരം ആളുകൾ ട്രാൻസാക്ഷൻ പ്രിക്വേഷണറി സ്പെക്കുലേറ്റീവ് മോട്ടീവ്സിന് വേണ്ടി മണി ഹോൾഡ് ചെയ്യുന്നു. മണി ഡിമാൻഡ് ഇൻകം ഇൻട്രസ്റ്റ് റേറ്റും ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുന്നു. ട്രാൻസാക്ഷണറി മോട്ടീവ് പ്രിക്വേഷണറി മോട്ടീവ് ഇൻകം റിലേറ്റഡ് ആണെങ്കിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് റിലേറ്റഡ് ആണ്. മോണിറ്ററി തിയറിയുടെ ഒരു ഫൗണ്ടേഷനായിട്ട് തന്നെ ഈ തിയറി മാറുന്നുണ്ട്. ഇതാണ് കൈനീഷ്യൻ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ നേരത്തെ കണ്ട ഒരു ലിക്വിഡിറ്റി ട്രാപ്പ് സിറ്റുവേഷൻ, സ്പെക്കുലേറ്റീവ് ഡിമാൻഡിനകത്ത് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ ലിക്വിഡിറ്റി ട്രാപ്പ് സിറ്റുവേഷനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ ലോ ആയിരിക്കുമ്പോൾ പോലും ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാതെ അത് ക്യാഷായിട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ലിക്വിഡിറ്റി ട്രാപ്പ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി ട്രാപ്പ് സിറ്റുവേഷൻ ആളുകൾ ബോണ്ടുകൾ വാങ്ങാൻ താല്പര്യപ്പെടുന്നത്. കാരണം ഫ്യൂച്ചറിൽ ഇൻട്രസ്റ്റ് റേറ്റ് റൈസ് ചെയ്യുമെന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് റൈസ് ചെയ്താൽ ബോണ്ട് പ്രൈസ് ഫോൾ ചെയ്യും. അതുകൊണ്ട് ആളുകൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ക്യാഷ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്നു. ബോണ്ട് പ്രൈസും ഇൻട്രസ്റ്റ് റേറ്റ് തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണുള്ളത്. ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്താൽ ബോണ്ട് പ്രൈസ് ഡിക്രീസ് ചെയ്യും. ഫ്യൂച്ചർ ലോസ് അവോയ്ഡ് ചെയ്യാൻ ആളുകൾ ബോണ്ട് വാങ്ങാതെ ക്യാഷ് ഹോൾഡ് ചെയ്യും. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ട്രാപ്പിൻ്റെ സിറ്റുവേഷൻ എങ്ങനെ നോക്കാം. ലിക്വിഡിറ്റി ട്രാപ്പിൻ്റെ സമയത്ത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണെന്ന് നമുക്ക് കാണുവാൻ പറ്റും. ഓക്കെ, ഡിമാൻഡ് കർവ് ഹൊറിസോണ്ടലായിട്ട് പോകുന്ന ഈ ഒരു അവസ്ഥ. ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്താലും ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാതെ കയ്യിൽ കാശിങ്ങനെ വയ്ക്കും. ഡിമാൻഡ് കർവ് ഹൊറിസോണ്ടലായിട്ട് മാറുന്ന നമുക്ക് കാണുവാൻ വേണ്ടി പറ്റും. ലിക്വിഡിറ്റി ട്രാപ്പ് ഗ്രാഫിൽ ഹൊറിസോണ്ടൽ കർവായിട്ട് മാറുന്ന നമുക്ക് കൃത്യമായിട്ട് കാണുവാൻ വേണ്ടി സാധിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് വളരെയധികം കുറച്ചാലും കുറഞ്ഞാലും ആളുകൾ എന്ത് ചെയ്യില്ല? ബോണ്ടുകൾ വാങ്ങുന്നില്ല. അവർ മാക്സിമം ക്യാഷ് ഹോൾഡ് ചെയ്ത് തന്നെ വയ്ക്കും. ഓക്കെ, ഇതിനെയാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് കർവ് ആവുന്ന ആ പോർഷനെയാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് നമ്മൾ പറയുന്നത്. ലിക്വിഡിറ്റി ട്രാപ്പ് സമയത്ത് മോണിറ്ററി പോളിസി ഇന്നെഫക്റ്റീവ് ആണെന്ന് നമുക്ക് കാണുവാൻ പറ്റും. സെൻട്രൽ ബാങ്ക് മണി സപ്ലൈ ഇൻക്രീസ് ചെയ്താലും ആളുകൾ സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്താൽ ആളുകൾ സ്പെൻഡിങ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യില്ല. അവർ ക്യാഷ് സേവ് ചെയ്ത് തന്നെ വയ്ക്കും. കാരണം ഫ്യൂച്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി. 2008 ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ലിക്വിഡിറ്റി ട്രാപ്പിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇൻട്രസ്റ്റ് റേറ്റ് വളരെ ലോ ആണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റും സ്പെൻഡിങ്ങും ഇൻക്രീസ് ആയില്ല. കാരണം ആളുകൾക്ക് ഫ്യൂച്ചർ ഭയങ്കര അൺസർട്ടൺ ആയിട്ട് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. ഫ്യൂച്ചർ എക്കണോമിക് അൺസർട്ടനിറ്റി ലിക്വിഡിറ്റി ട്രാപ്പിൻ്റെ ഒരു മെയിൻ കോസ് തന്നെയാണ്. ഫിയർ അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് ദ എക്കണോമി, റൈസിങ് ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചുള്ള ഇത്. ഓക്കെ, ഇൻവെസ്റ്റർ കോൺഫിഡൻസ് പറയുമ്പോൾ ആളുകൾ റിസ്കി അസറ്റ്സ് അവോയ്ഡ് ചെയ്ത് ക്യാഷായിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്നു. ലിക്വിഡിറ്റി ട്രാപ്പ് എക്കണോമി തന്നെ നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യും. നമ്മൾ കണ്ടതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും, എക്കണോമിയുടെ ഗ്രോത്ത് വളർച്ച ഭയങ്കര സ്ലോ ആയിരിക്കും, അൺഎംപ്ലോയ്മെൻറ്റ് ഭയങ്കരമായിട്ട് കൂടും. മോണിറ്ററി പോളിസി ഈ സിറ്റുവേഷനിൽ ഇന്നെഫക്റ്റീവും ആണ്. ലിക്വിഡിറ്റി ട്രാപ്പ് സമയത്ത് ആളുകൾ ഐഡിയൽ ക്യാഷ് ബാലൻസ് ഹോൾഡ് ചെയ്യുന്നു. മണി എക്കണോമിയിൽ സർക്കുലേറ്റ് ചെയ്യാതെ സേവ് ചെയ്ത് വയ്ക്കും. ഇതുകൊണ്ട് ക്രെഡിറ്റ് ക്രിയേഷനും ഇൻവെസ്റ്റ്മെൻറ്റും കുറയും. ആളുകൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, ആളുകൾ കാശായിട്ട് തന്നെ ഹോൾഡ് ചെയ്യാണ് ഈ സിറ്റുവേഷനിൽ. ലിക്വിഡിറ്റി ട്രാപ്പ് സമയത്ത് വേജ് കട്ട് ഇന്നെഫക്റ്റീവ് ആണെന്നാണ് കെയ്ൻസ് പറയുന്നത്. കാരണം
മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ലോ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡാണ്. വേജസ് റെഡ്യൂസ് ചെയ്താൽ മാത്രം എക്കണോമി റിക്കവർ ആവില്ല. കാരണം വേജ് കട്ട് ചെയ്താലും ഒന്നും ആളുകൾ സ്പെൻഡ് ചെയ്യുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. ലിക്വിഡിറ്റി ട്രാപ്പ് ഓവർകം ചെയ്യാൻ കെയ്ൻസ് ഗവൺമെൻറ് സ്പെൻഡിങ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടി കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഫിസ്ക്കൽ പോളിസി കൊണ്ടുവന്ന് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉണ്ടായി ആളുകളുടെ ഇൻവെസ്റ്റർ കോൺഫിഡൻസ് കൂട്ടി ഇൻട്രസ്റ്റ് റേറ്റിലകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് കീൻസ് ശ്രമിക്കുന്നത്. ലിക്വിഡിറ്റി ട്രാപ്പ് കോൺസെപ്റ്റ് ഒരു മോഡേൺ മാക്രോ എക്കണോമിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. മോണിറ്ററി പോളിസിയിൽ ചില സമയങ്ങളിൽ ഇന്നെഫക്റ്റീവ് ആണെന്ന് നമുക്ക് തന്നെ കാണാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് ഇത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. എക്കണോമിക് ക്രൈസിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലും ഈ കോൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ലിക്വിഡിറ്റി ട്രാപ്പ് ലോ ഇൻട്രസ്റ്റ് റേറ്റ് സിറ്റുവേഷനാണ്. ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാതെ, അത്രയും ലോ ആയിട്ട് പോലും ആളുകൾ എന്ത് ചെയ്യുന്നില്ല, ഇൻവെസ്റ്റ് ചെയ്യാതെ കാശ് ഹോൾഡ് ചെയ്യും. ഈ സമയത്ത് മോണിറ്ററി പോളിസി എഫക്റ്റ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ആവശ്യമായിട്ട് വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ലിക്വിഡിറ്റി ട്രാപ്പ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ, ഈ യൂണിറ്റിൽ നമ്മൾ കണ്ടത് കേംബ്രിഡ്ജ് വേർഷൻ, പിന്നെ കൈനീഷ്യൻ ലിക്വിഡിറ്റി തിയറി, ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി, പിന്നെ ലിക്വിഡിറ്റി ട്രാപ്പ് എന്താണെന്ന് ആണ്. ഓക്കെ, താങ്ക് യു.